ഫിലിം ഗാരേജിലേക്ക് ഒരുക്കും സ്വാഗതം. 2023 3 പ്രധാനപ്പെട്ട വമ്പൻ സിനിമകളായിരുന്നല്ലോ ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിൽ RDX ആയിരുന്നു തിയേറ്ററുകളിലെ വിന്നറായിട്ട് മാറിയത്. ഇപ്പോഴത്തെ 2023 ഓണക്കാലത്തെ സിനിമകളേക്കാൾ പവർ കൂടിയ സിനിമകളാണ് ഈ 2024 വർഷം ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്നതെന്നാണ് സിനിമകളുടെ പേരും നായകന്മാരുടെ ലിസ്റ്റ് എല്ലാം തന്നെ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. വിജയ് നായകനെത്തുന്ന ദി ഗോട്ട് ആണ് ഓണക്കാലത്ത് കേരള ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്യുന്ന ആദ്യ സിനിമ. വിജയ് നായകനാക്കി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്യുന്ന സിനിമ ലീവിക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ വിജയ് ചിത്രം എന്നൊരു പ്രത്യേകതയുണ്ട്. ചിത്രം സെപ്റ്റംബർ 5 തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 2023 കിങ് ഓഫ് കൊത്തി ആണെങ്കിൽ ഈ 2024 വർഷം ഓണക്കാലത്തും ദുൽഖർ സൽമാൻ ഒരു ഓണം റിലീസ് ഉണ്ട്. അത് മലയാളം സിനിമയല്ല, അന്യഭാഷാ സിനിമയാണ് എന്നത് മാത്രമാണ് വ്യത്യാസം. ലക്കി ഭാസ്കർ എന്ന തെലുഗു സിനിമയാണ് ദുൽഖറിന്റെ ഓണം റിലീസായിട്ട് സെപ്റ്റംബർ 7 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. ഈ ഗോട്ടിനോടൊപ്പം ക്ലാഷ് റിലീസ് ആയിട്ടാണ് DQ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഓണ ആഴ്ചയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട റിലീസ് അത് ലാലേട്ടന്റെ ബറോസ് എന്ന സിനിമയുടേതാണ്. കേരള ബോക്സ് ഓഫീസിൽ ഈ വർഷം റിലീസ് ചെയ്യുന്ന ഓണ ചിത്രങ്ങളിലെ ഏറ്റവും ഹൈലൈറ്റ് സിനിമ അത് ബറോസ് എന്ന സിനിമയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനെത്തുന്ന സിനിമ സെപ്റ്റംബർ 12 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകൾക്ക് വീണ്ടും സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പോയതോടെയാണ് സിനിമ ഓണം റിലീസ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ അപ്ഡേറ്റുകളുടെ നാളുകളാണ്. കാത്തിരിക്കാം ബറോസിന്റെ റിലീസിനായിട്ട്. വീഡിയോയിലെ 4ാമത്തെ സിനിമ കൊണ്ടൽ എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷം RDX എന്ന സിനിമയാണ് വീക്കിന്റെ ബ്ലോക്ക് ബസ്റ്റർ നിർമ്മിച്ച തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിൽ ഈ വർഷവും അവരുടെ ഒരു സിനിമയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓണം വിന്നർ RDXിലെ നായകന്മാരിൽ ഒരാൾ കൂടിയ ആന്റണി വർഗീസ് നായകനെത്തുന്ന കൊണ്ടൽ സെപ്റ്റംബർ 13 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇതിനോടകം തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ സിനിമകൾ കൂടാതെ 5ാമത്തെ സിനിമയായിട്ട് ലിസ്റ്റിലുള്ളത് ബാഡ് ബോയ്സ് എന്ന മലയാളം സിനിമയാണ്. ഒമർ ലുലു സംവിധാനം ചെയ്ത റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി വലിയ താരനിര ഭാഗമാകുന്ന സിനിമ കൂടിയാണ് ബാഡ് ബോയ്സ്. കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് പാക്കപ്പ് ആയ സിനിമ ഓണം റിലീസ് ഒരിക്കൽ കൂടി സിനിമയുടെ അണിയറ പ്രവർത്തകർ കൺഫേം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞ സിനിമകളെ കൂടാതെ 6ാമതായിട്ട് ഒരു സിനിമയുള്ളത് ലിസ്റ്റും സ്റ്റീഫൻ നിർമ്മിക്കുന്ന സിനിമയാണ് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ലിസ്റ്റിന്റെ 2 ഓണം സിനിമകളുടെ റൂമറുകളാണ് നേരത്തെ തന്നെ പുറത്തു വന്നത്. അതിലൊന്ന് ദിലീപ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ദിലീപിന്റെ 150ാമത്തെ സിനിമയാണ്. ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഇനിയും ഷൂട്ടിംഗ് പൂർത്തിയാകാത്ത ഈ ചിത്രം അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയണം. അതേസമയം ഷൂട്ടിംഗ് എല്ലാം തന്നെ 1 വർഷത്തിന് മുന്നേ പൂർത്തിയാക്കിയ പോസ്റ്റ് പ്രൊഡക്ഷനും അവസാന ഘട്ടത്തിലേക്ക് എത്തപ്പെട്ട അജയന്റെ 2ാം മോഷണം എന്ന ARM എന്ന സിനിമ ഈ വർഷം ഓണം റിലീസായിട്ട് നേരത്തെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ പ്രൊമോഷൻ വേളയിൽ ലിസ്റ്റും സ്റ്റീഫൻ കൺഫേം ചെയ്തതാണ്. എന്നാൽ സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങിയിട്ടില്ല. റിലീസ് തീയതി ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ലിസ്റ്റിന് ഓണം സിനിമകളുടെ ഭാഗമായി ഉണ്ടോ ഇല്ലയോ എന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാം. കാത്തിരിക്കൂ ഓണം സിനിമകളുടെ കൂടുതൽ വാർത്തകൾ കേട്ട് നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് കൂടുതൽ കാത്തിരിക്കുന്നത്?